ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പ്രഷർ പമ്പിൻ്റെ ഫിൽറ്റർ ഇളക്കി എങ്ങനെയാണ് ക്ലീൻ ചെയ്ത് ഇടുന്നതെന്നുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു പ്രഷർ പമ്പാണ്. അതിൻ്റെ ഫിൽറ്ററിനകത്ത് ഇടയ്ക്ക് ഉപയോഗിക്കാതിരിക്കുമ്പോൾ പായലുകൾ കയറി കട്ടയായിട്ട് വെള്ളത്തിൻ്റെ ഫ്ലോ കുറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണത് ക്ലീൻ ചെയ്തിടുന്നതെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടി കാണുന്നത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പം ഈ ഫിൽറ്ററിനകത്ത് നിറച്ച് അഴുക്ക് കയറിയിരിക്കുകയാണ്. അത് ചെറിയ പായൽ കയറി കഴിഞ്ഞാൽ അതിൻ്റെ ചെറിയ ചെറിയ ഹോളുകൾ കംപ്ലീറ്റ് അടയും. നമ്മൾ വെള്ളം ഒഴിച്ച് കഴുകി കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് വീണ്ടും അത് ഫ്ലോ കുറഞ്ഞു വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെയാണത് ക്ലീൻ ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ ആദ്യമേ ഷാർപ്പ് അല്ലാത്ത രീതിയിലുള്ള ഒരു ബോൾട്ട് വെച്ചിട്ട് അതിനെ പതിയെ പ്രസ് ചെയ്ത് ഊരിയെടുക്കുകയാണ്. അങ്ങനെ ഫിൽറ്റർ യൂണിറ്റിനെ നമ്മൾ പതിയെ പ്രസ് ചെയ്ത് പുറത്തേക്ക് എടുത്തു. ഇനി അതിന് ശേഷം അതിൻ്റെ നെറ്റ്, ചെറിയ ഹോളുള്ള നെറ്റ് കംപ്ലീറ്റ് അഴുക്ക് കയറി അടഞ്ഞിരിക്കുകയാണ്. നമ്മൾ പുറമേ നോക്കിയാലും വലിയ അഴുക്ക് കാണത്തില്ലെങ്കിലും പക്ഷേ ഇതിനകത്ത് പായലിൻ്റെ ചെറിയ ഒരു പാട കൊണ്ട് ഇത് കവറായി കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ ഫ്ലോ കുറയുന്നതാണ്. അപ്പോൾ നമ്മളത് നല്ല ഭംഗിയായിട്ട് അതിനെ ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ നെറ്റ് ബ്ലോക്ക് ആവത്തില്ല. അപ്പോൾ അതിന് ഞാൻ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം നമ്മുടെ ഒരു ബ്രഷാണ്, ടൂത്ത് ബ്രഷിൻ്റെ ഒരു ബ്രഷാണ്. അതിനുശേഷം നമുക്ക് വേണ്ടുന്നത് ഒരു കാർ ഷാമ്പു ആണ്. ഈ ഒരു കാർ ഷാമ്പുവും ഈ ഒരു ബ്രഷും വെച്ചിട്ടാണ് നമ്മളതിനെ ആദ്യം വാഷ് ചെയ്ത് വിടുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം പുറത്തെ ലെയർ കംപ്ലീറ്റ് നമ്മൾ വാഷ് ചെയ്യുകയാണ്. അതിനുശേഷം അകത്തെ ലെയർ നമുക്ക് വാഷ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിനെ ഞാൻ ആ ലിക്വിഡ് ഉപയോഗിച്ചിട്ട് പതിയെ വാഷ് ചെയ്യുകയാണ്. ആദ്യം നമ്മൾ ഈ ഷാമ്പു 1 മിനിറ്റ് തേച്ച് വെച്ചിട്ട് അതിന് ശേഷമാണ് നമ്മൾ വാഷ് ചെയ്യുന്നത്. അതിൻ്റെ ഉൾഭാഗം ഇനി എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളിലും തേച്ച് 1 മിനിറ്റ് മാറ്റി വെക്കുവാണ്. ഇനി നമുക്ക് ഈ ഫിൽറ്ററിൻ്റെ പുറത്തെ ഗ്ലാസ് കവർ കൂടി നമുക്കത് വൃത്തിയാക്കാനുണ്ട്. അപ്പോൾ ഇതിനകത്തെല്ലാം പായൽ പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വീണ്ടും പായൽ കയറും. അപ്പോൾ നല്ല ഭംഗിയായിട്ട് വാഷ് ചെയ്തിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് പായൽ പിടിക്കത്തില്ല. അതിനുശേഷം വേണ്ടുന്നത് ഇതുപോലൊരു ബഡ്സാണ്. ഈ ബഡ്സിനകത്ത് നമ്മൾ അല്പം ഷാമ്പു പരട്ടിയതിന് ശേഷം അതിൻ്റെ ഉൾഭാഗത്തേക്ക് ക്ലീൻ ചെയ്യുവാണ്. ഉൾഭാഗത്ത് വലുതായിട്ട് അഴുക്ക് കാണത്തില്ല, എന്നാലും ഒരു പാട പോലെ അതിൻ്റെ അകത്ത് കാണപ്പെടും. അപ്പോൾ അത് നമ്മൾ ക്ലീൻ ചെയ്ത് എടുക്കുവാണ്. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മളത് വാഷ് ചെയ്തെടുക്കുവാണ്. അതിൻ്റെ അകവശം എല്ലാം നല്ല ഭംഗിയായിട്ട് വെള്ളം ഒഴിച്ച് വാഷ് ചെയ്തെടുത്തതിന് ശേഷം ഇനി ചെറിയ അഴുക്കുള്ള ഭാഗങ്ങളിൽ ബ്രഷ് വെച്ച് നമ്മൾ ഒന്നുകൂടെ ഒന്ന് ക്ലീൻ ചെയ്യും. അങ്ങനെ ചെറിയ പൊടികളൊക്കെ ഉള്ള ഭാഗങ്ങൾ ഒന്നുകൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്തിടുവാണ്. അതിനുശേഷം ഫൈനലായിട്ട് തന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് ഫിൽറ്റർ യൂണിറ്റ് കഴുകിയെടുക്കുവാണ്. അങ്ങനെ അത് കഴുകിയെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ പുറമേ ഉള്ള കവറിങ് യൂണിറ്റൂടെ കഴുകി വൃത്തിയാക്കി എടുക്കണം. അങ്ങനെ അതിൻ്റെ ഉൾഭാഗങ്ങളിലുള്ള പായലുകളെല്ലാം നമ്മൾ ബ്രഷിട്ട് നല്ല ഭംഗിയായിട്ട് വാഷ് ചെയ്തു. അതിനുശേഷം ഇനി അതിൻ്റെ വാഷറും കൂടെ ഒന്ന് ഭംഗിയായിട്ട് വാഷ് ചെയ്തിടാം. അങ്ങനെ നമ്മൾ വാഷറും നല്ല ഭംഗിയായിട്ട് തന്നെ വാഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിനെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അങ്ങനെ ആദ്യം നമ്മൾ ആ ഫിൽറ്റർ യൂണിറ്റിലേക്ക് വാഷർ പ്രസ് ചെയ്ത് ഫിറ്റ് ചെയ്യുകയാണ്. ഫിറ്റ് ചെയ്തതിന് ശേഷം ഇനി അതിൻ്റെ പുറം ബോഡിയിലേക്ക് ഈ ഫിൽറ്ററിനെ ഇറക്കി വെക്കുകയാണ്. ഇറക്കി വെച്ചതിന് ശേഷം ആ വാഷറിനെ പതിയെ 2 സൈഡിലും പ്രസ് ചെയ്തിറക്കുകയാണ്. ഓക്കെ, അപ്പോഴും നമ്മുടെ ഫിൽറ്റർ യൂണിറ്റ് റെഡിയായി കഴിഞ്ഞു. ഇനി ഇതെങ്ങനെയാണ് നമ്മുടെ മെഷീനിലേക്ക് ഫിറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മുടെ വെള്ളം എടുക്കുന്ന ഭാഗത്ത് നമ്മളത് പതിയെ പിരിച്ച് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ആ മെഷീൻ്റെ ഉൾഭാഗം ക്ലീൻ ചെയ്യുന്ന മറ്റൊരു വീഡിയോ അടുത്തായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.